ഇന്നൊരൽപ്പം വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പപ്പടം ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകില്ല. സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന മലയാളികളുടെ ആഹാര സമ്പ്രദായത്തിലെ മുഖ്യൻ. അങ്ങനെ ഏറെ വിശേഷണങ്ങൾ അർഹിക്കുന്ന പപ്പടമാണ് ഇന്ന് വീട്ടിലുണ്ടാക്കുന്നത്. പപ്പടപ്പൂട്ട് അടുത്തുള്ള ഒരു കടയിൽ നിന്നും കിട്ടിയപ്പോൾ പഴയകാല കരവിരുതുകളെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് തോന്നി. പപ്പടപ്പണിയുടെ ആദ്യാക്ഷരങ്ങൾ കിട്ടുന്നത് ഗോപാലകൃഷ്ണൻ ചേട്ടന്റെയും ലീലച്ചേച്ചിയുടെയും അടുത്തു നിന്നാണ്. ചെറുപ്പത്തിൽ ഒരു കൈ സഹായത്തിനെന്നോണം പോയത് പിന്നീട് പഠനത്തിനൊപ്പം കിട്ടിയ ഒരു കൊച്ചു വരുമാന മാർഗമായി തന്നെ മാറി. ഇന്നത്തെ പോലെ മിഷ്യൻ പപ്പടം ആയിരുന്നില്ല അന്ന്. നല്ല രുചിയും വലിപ്പവുമുള്ള പപ്പടങ്ങൾ. ഉഴുന്നുപൊടി, ഉപ്പ്, സോഡാക്കാരം, ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ച് വലിയ ഉരുളകളാക്കി മാറ്റി അതിനെ വലിയ ഉലക്ക വെച്ച് കല്ലിലിട്ട് ചതച്ച് പദം വരുത്തുന്നു. അങ്ങനെ മണിക്കൂറുകളോളം പദം വരുത്തിയ ആ ഉരുളകളെ ചെറിയ കഷ്ണങ്ങളാക്കി പരത്തി പപ്പടമാക്കി മാറ്റുന്നു. ഒരു പപ്പടം മറ്റൊന്നിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ആട്ടപ്പൊടിയാണ് തൂളുന്നത്. പപ്പടപ്പൂട്ട് പപ്പടക്കടയിൽ നിന്നാണെങ്കിലും ഹാഫ് ഹോം മെയ്ഡ് പപ്പടം റെഡി. 3 ഇരട്ടി പപ്പടം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചു. വലിപ്പം തീർത്ത പപ്പടങ്ങളെ വെയിലത്തിട്ടുണക്കി പ്ലാസ്റ്റിക് കവറുകളിൽ സൂക്ഷിക്കും. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.